ഇനിയുള്ളൊരു പ്രശ്നം ശാഖാപരമെന്നാണ്. ശാഖാപരമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ ചില കാര്യങ്ങൾ പറയുന്നുവല്ലോ. ശരി, അതും ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്ന നയവും കർമ്മശാസ്ത്രപരമായ സമീപനത്തിന്റെ ഭാഗം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, പ്രവാചകൻ സ്വല്ലല്ലാഹു ഇതിനൊരു വഴി തുറന്നു. അവിടെ നിന്ന് പറഞ്ഞു, ബനൂ ഖുറൈളയിൽ എത്തുന്നവരെ, ഒരു യാത്രാ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് പറഞ്ഞു, ബനൂ ഖുറൈളയിൽ എത്തുന്നവരെ നിങ്ങൾ അസർ നമസ്കരിക്കരുത്. സമയം വൈകി അസർ തെറ്റെന്ന് പറഞ്ഞപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു, നബി പറഞ്ഞതിന്റെ ഉദ്ദേശം അവിടെ വേഗം പോകുന്നുള്ളൂ, അവർ നമസ്കരിച്ചു. വേറെ ഭാഗം പറഞ്ഞു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കാറ്. അങ്ങനെ അവർ ബനൂ ഖുറൈളയിൽ എത്തുന്നവരെ അസർ നമസ്കരിച്ചു. മടങ്ങി വന്ന് രണ്ടു കൂട്ടരും വിവരം പറഞ്ഞപ്പോൾ രണ്ടു കൂട്ടരെയും കാര്യം അംഗീകരിച്ചു, ഉദാരമായി നിലപാട് സ്വീകരിച്ചു. ഖുർആൻ പാരായണത്തിൽ എങ്ങനെ 6-7 രീതി ഉണ്ടായത്? വൈവിധ്യതകളെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചത് കൊണ്ടാണ് അതുണ്ടായത്. ഇനി നിങ്ങൾ ഓർത്തു നോക്കൂ, എന്തെല്ലാം കാര്യങ്ങളിലാണ് പ്രവാചകന്റെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയും മറ്റ് സഹാബികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത്. ഒന്ന്, ജനാപത്തുകാരി കുളിക്കുമ്പോൾ മുടി കെട്ടടിക്കണമോ വേണ്ടയോ? അത് വേണമെന്നായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രമുഖനായ ഹദീസ് പണ്ഡിതന്റെ അഭിപ്രായം. വേണ്ടെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായം. രണ്ടാളും പ്രമുഖരല്ലേ? അഭിപ്രായ വ്യത്യാസം നടന്നു. അതുപോലെ തന്നെ മയ്യത്ത് കുളിപ്പിച്ചാൽ കുളിക്കാമോ വേണ്ടയോ? ഭാര്യയെ ചുംബിച്ചാൽ ഒതു മുറിയുമോ ഇല്ലേ? മയ്യത്ത് ചുമന്നാൽ ഒതു മുറിയുമോ ഇല്ലേ? മയ്യത്ത് കുളിപ്പിച്ചാൽ കുളി നിർബന്ധമാണോ അല്ലേ? സുബഹിയുടെ സമയം എപ്പോഴാണ്? അസർ പിന്തിക്കുകയാണോ അതോ മുന്തിക്കുകയാണോ ഉത്തമം? ആഭരണത്തിന് സകാത്തുണ്ടോ? ഗർഭിണിയുടെ യുദ്ധകാലം എത്രയാണ്? മുലകുടി ബന്ധം സ്ഥിരപ്പെടുന്നത് എപ്പോഴാണ്? തുടങ്ങി 30-ലേറെ വിഷയങ്ങളിൽ ആയിഷ റളിയല്ലാഹു അൻഹയും അബൂ ഹുറൈറ, ജാബിർ റളിയല്ലാഹു അൻഹു, ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബികൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിനാൽ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ പ്രവാചകന്റെ സ്വന്തം പാഠശാലയിൽ പഠിച്ചു വന്ന പ്രവാചകന്റെ ഖലീഫമാർക്കിടയിൽ, പ്രവാചകന്റെ പിൻഗാമികളായിരുന്ന ഖലീഫമാർക്കിടയിൽ, അതുപോലെ ഖുലഫാഉർ റാഷിദീങ്ങൾക്കിടയിൽ സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. 4 ഇമാമുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ലോകത്തുടനീളം എന്നുമുണ്ട്. ഇപ്പൊ തന്നെയല്ലേ അത്തയ്യാത്ത് കൈയാട്ടണോ ആട്ടേണ്ടതാ, എനിക്ക് കൈ കെട്ടണോ കെട്ടേണ്ടതാ? തർക്കമില്ല, എപ്പോഴും ഉണ്ട്, തർക്കം നടക്കുന്നുണ്ട്. കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാം. 1925 ഇബ്നു സുമൈദ് അധികാരത്തിൽ വരുമ്പോൾ സൗദി അറേബ്യയിൽ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശിർക്കിന്റെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി. അതേസമയം അഭിപ്രായ വെച്ചാൽ നിങ്ങൾക്ക് സാധ്യതയുള്ള കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ നിലവിലുണ്ടായിരുന്ന സമ്പ്രദായം നിലനിർത്തി. അതുകൊണ്ടാണ് 23 റക്അത്തും 36 റക്അത്തും 11 റക്അത്തും ഉണ്ടായത്. അതുകൊണ്ടാണ് 2 ബാങ്ക് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ പ്രധാനവും അപ്രധാനവുമായ സംഭവങ്ങളുണ്ട്. കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ എന്നും ഈ ഭിന്നത ഉണ്ടാകാവുന്നതാണ്. ഇനി ഒരു നിമിഷം നോക്കൂ. സുബഹിക്ക് ഖുനൂത്ത് ഓതിയാൽ സുബഹി നമസ്കാരം ബാത്തിലാകും, നരകത്ത് പോകുമെന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിത ലോകത്തുണ്ടോ? സുബഹിക്ക് ഖുനൂത്ത് ഓതിയാൽ നരകത്തിൽ പോകും, അല്ലെങ്കിൽ ഹറാമാണ്, അല്ലെങ്കിൽ നമസ്കാരം ബാത്തിലാകുമെന്ന് പറഞ്ഞ ഏതെങ്കിലും പ്രമുഖനായ ഒരു പണ്ഡിതൻ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? തറാവി 23 റക്അത്ത് നമസ്കരിച്ചാൽ നരകത്തിൽ പോകും, അല്ലെങ്കിൽ ഹറാമാണ്, അല്ലെങ്കിൽ അത് അയാൾ മുസ്ലിം അല്ല, അല്ലെങ്കിൽ നമസ്കാരം ബാത്തിലാണെന്ന് പറഞ്ഞ ആരെങ്കിലും ലോകത്തുണ്ടോ? ഇവിടെയാണ് ഇത്തരം കർമ്മശാസ്ത്ര വിഷയങ്ങൾക്ക് അതിന്റെ പ്രാധാന്യം കൊടുക്കാൻ പാടുള്ളൂ. അതേസമയം അതിനേക്കാൾ പ്രധാനമായ ഒരുപാട് കാര്യമുണ്ട്. മുസ്ലിം കേരളത്തിന്റെ സമയവും സമ്പത്തും അവരുടെ പാണ്ഡിത്യവും ഒരുപാട് വിനിയോഗിക്കപ്പെട്ടത് ഇത്തരം സുന്നത്തായ കാര്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളുടെ തർക്ക വിതർക്കങ്ങൾക്ക് വേണ്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമി മാറിന്ന് അവിടെ ടി കെ സാഹിബ് സൂചിപ്പിച്ചു. അതേസമയം അതിന്റെ ഫലമായി സംഭവിച്ചത് നിങ്ങൾ ഓർത്തു നോക്കൂ. മൗലിക പ്രധാനമായ കാര്യങ്ങളിൽ നിന്ന് ഈ സമൂഹത്തിന് ഇടപെടാൻ കഴിഞ്ഞില്ല. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ തർക്കിക്കുന്ന പോലെ അനാഥയായ കുട്ടിയുടെ സ്വത്ത് തിന്നാൻ പാടില്ല എന്ന് കേരളത്തിലെ മുസ്ലിം മതപണ്ഡിതന്മാർ, അനാഥയുടെ സ്വത്ത് തിന്നാൻ പാടില്ല, അനാഥയുടെ സ്വത്ത് തിന്നുന്നത്, അനാഥയെ അവഗണിക്കുന്നത് മതനിഷേധമാണ് എന്ന ഖുർആൻ, ദീന്റെ നിഷേധമാണെന്ന ഖുർആന്റെ പ്രഖ്യാപനം പറയാനാണോ അതോ ശാഖാപരമായ കാര്യങ്ങളിൽ തർക്കവിതർക്കം നടത്താനാണോ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ കൂടുതൽ സമയം ചെലവഴിച്ചത്?
അഗതിക്ക് അന്നം നൽകുന്നതിനെ കുറിച്ച് പറയാനാണോ, അതല്ല കർമ്മശാസ്ത്ര വിഷയങ്ങളിലെ ഭിന്നതകൾ തീർക്കാനാണോ കേരളത്തിലെ മുസ്ലിം സമൂഹം കൂടുതൽ സമയം ചെലവഴിച്ചത്? സംശയരഹിതമാണ് അതിന്റെ സമയം അധികം വിനിയോഗിച്ചു പോയത് ഇത്തരം കാര്യങ്ങളിലാണ്. അതിനാലാണ് മൂല്യരഹിതമായ ഒരു സമൂഹം ഇവിടെ വളർന്നു വന്നത്. അതിനാൽ ഇസ്ലാമിൽ തീർച്ചയായും അഭിപ്രായ ഭിന്നതകൾക്ക് സാധ്യതയുള്ള വിഷയങ്ങൾ ധാരാളമുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് സൗദി അറേബ്യയിലെ പ്രമുഖ പത്രം എഴുതിയത് അദ്ദേഹം കർമ്മശാസ്ത്രത്തിൽ മദ്ഹബ് സ്വീകരിക്കുന്നവനായിരുന്നു. അഖീദയിൽ സലഫി മാർഗം, ഇതാണ് സംഭവം. ഇനി ഇക്കാര്യത്തിലൊക്കെ വല്ല സംശയമുണ്ട്. ഇത് മാത്രമല്ല, രാവിലെ ടി കെ സാഹിബ് പറഞ്ഞ ഹാക്കിമത്തിന്റെ കാര്യത്തിൽ, കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളുടെ ഭിന്നതയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വല്ല ലോക ഇസ്ലാമിക സമൂഹത്തിന്റെ സലഫികളുടെ നിലപാട് എന്താണ് എന്ന കാര്യത്തിൽ വല്ല സംശയമുണ്ടെങ്കിൽ സാക്ഷാൽ ഹുസൈൻ മടവൂർ അവരുടെ കക്ഷിയിൽ നിൽക്കുന്ന എം ഐ അബ്ദുറഹ്മാൻ എഴുതിയ, എം ഐ സുല്ലമി എഴുതിയ, നമ്മുടെ എം ഐ അബ്ദുൽ അസീസ് സാഹിബിന്റെ ജ്യേഷ്ഠ സഹോദരൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ എം ഐ മുഹമ്മദ് അലി സുല്ലമി എഴുതിയ ഗൾഫ് സലഫികളും കേരള മുജാഹിദുകളും എന്ന പുസ്തകമുണ്ട്. ത്തിന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ അർത്ഥമാണ് അറബ് ലോകത്തിലെ സലഫി പണ്ഡിതന്മാർ നൽകിയത്. കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതുപോലെ വ്യത്യസ്തമായ അഭിപ്രായം സ്വീകരിക്കാമെന്നാണ് സലഫി പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പോൾ മനസ്സിലാവും ഇസ്ലാമിക രാഷ്ട്രീയത്തെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാണ് സലഫി പണ്ഡിതന്മാർ പറഞ്ഞത് എന്ന്. ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ബുക്കല്ല.